ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷനാണ്, ആപ്ലിക്കേഷൻ ഓഫ് GIS. അപ്പോൾ GISൻ്റെ ഡിഫറെൻറ്റ് ബേസിക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ടുള്ളതാണ് എന്ത്, ആപ്ലിക്കേഷൻ ഓഫ് GIS. ഫസ്റ്റ് ആപ്ലിക്കേഷനാണ് GIS ഇൻ മാപ്പിംഗ്. Mapping is a central function of geographic information system. അപ്പോൾ geographic information സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ ഡാറ്റയും കിട്ടുന്നത് ആസ് എന്താണ്, റിസൾട്ടെല്ലാം കിട്ടുന്നത് ഒരു മാപ്പായിട്ടായിരിക്കും. ദാറ്റ് മാപ്പ് പ്രൊവൈഡ് എ വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡാറ്റ. GIS data in database and then represent it visually in a mapped format. People from different profession use map to communicate. It is not necessary to be skilled cartographer to create maps. Google Map, Bing Map, Yahoo Map are the best example for web-based GIS mapping solution. അപ്പോൾ GIS ഇൻ മാപ്പിങ്ങിൽ എന്താണ്, GISന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് മാപ്പിങ്സ് നമ്മൾ ഗൂഗിൾ മാപ്പ്, ബിങ് മാപ്പ്, യാഹൂ മാപ്പ്, ഇതിൻ്റെ അപ്ലിക്കേഷൻസ് എല്ലാം എവിടെ വരുന്നുണ്ട്, GISൽ വരുന്നുണ്ട്. നമ്മൾ GISൻ്റെ എല്ലാ റിസൾട്ടും വരുന്നത് ആസ് എ എന്താണ്, വിഷ്വൽ റെപ്രസെൻറ്റേഷനായിട്ട് വരുന്നത് ആസ് മാപ്സ് ആയിരിക്കും. ഇനി ടെലികോം ആൻഡ് നെറ്റ്വർക്ക് സർവീസസിൽ എങ്ങനെയാണ് GISൻ്റെ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് നോക്കാം. GIS can be a great planning and decision making tool for the telecom industries. GDI GIS data enables wireless telecommunication organization to incorporate geographic data into complex network design, planning, optimization, maintenance activities. This technology allows telecom to enhance variety of application like engineering application, customer relationship management, location based services. അപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ സർവീസസിൽ അവരെ സർവീസസും മെയിൻ്റനൻസും ഒരു ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ നമുക്ക് GIS ഉപയോഗിക്കാൻ പറ്റും. അവരെ മെയിനായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ലൊക്കേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ നെറ്റ്വർക്ക് പ്ലാനിങ്സ് എല്ലാം ചെയ്യുക. ഈ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GIS ഉപയോഗിക്കാൻ പറ്റും. ആക്സിഡൻറ്റ് അനാലിസിസ് ആൻഡ് ഹോട്ട് സ്പോട്ട് അനാലിസിസ്. GIS can be used as a key tool to minimize the accident hazards on road. The existing road network has to be optimized and also the road safety. Road safety measures have to be improved. This can be achieved by proper traffic management. By identifying an accident location, remedial measures can be planned by district administration to minimize the accident in different parts of the world. Rerouting design is also very convenient using GIS. അപ്പോൾ GIS ഉപയോഗിച്ചിട്ട്, GIS ആസ് എ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സിഡൻറ്റ് സ്പോട്ട്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ കഴിയും. അപ്പോൾ അവിടെ ട്രാഫിക് മാനേജ്മെൻറ്റ്, അവിടുത്തെ ഡിഫറെൻറ്റ് പ്രോബ്ലംസിന് റെമഡിയൽ ആക്ഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആക്സിഡൻറ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി അർബൻ പ്ലാനിങ്. GIS technology is used to analyze the urban growth and its direction of expansion and to find suitable site for further urban development. In order to identify the sites suitable for urban growth, certain factors has to be considered, which is land should have proper accessibility, land should be more or less flat, land should be vacant or having low usage value presently, and it should have good supply of water. അപ്പോൾ അർബൻ പ്ലാനിങ് ഉപയോഗിച്ചിട്ട്, അർബൻ പ്ലാനിങ്ങിൽ GISൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ GIS ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അർബൻ ഗ്രോത്തിനെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എവിടെയൊക്കെയാണ് കൂടുതൽ ഗ്രോത്ത് വരുന്നത്, പിന്നെ എവിടെയൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ട് അർബൻ പ്ലാനിങ് നടത്താൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GIS ആസ് എ ടൂൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അർബൻ പ്ലാനിങ്ങിൽ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ അർബൻ ഗ്രോത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അർബൻ പ്ലാനിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും.
ഇനി ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ GIS can be used in managing transportation and logistical problems. If transport department is planning for a new railway or road route, then this can be performed by adding environmental and topographical data into GIS platform. This will easily output the best route for the transportation based on the criteria like flattest route, least damage to habitat, least disturbance from local people. GIS can also help in monitoring rail system and road accidents. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ ഒരു പുതിയ റൂട്ട് ആവശ്യം എവിടേക്കാണുള്ളത് അതൊക്കെ നമുക്ക് GIS ആസ് ടൂൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എവിടേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ്റെ ഡിമാൻഡ് വരുന്നത്, അതിൻ്റെ സപ്ലൈ എങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് അനുസരിച്ച് എവിടേക്കാണ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനുള്ള ബെസ്റ്റ് റൂട്ട് ഏതാണ്, ഇതൊക്കെ നമുക്ക് GIS ഉപയോഗിച്ചിട്ട് ഇതിനുള്ള സൊല്യൂഷനൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇനി എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അനാലിസിസിൽ EIA is an important policy initiative to conserve natural resource and environment. Many human activities produce potential adverse environmental effects, which include the construction, operation of highways, railroads, pipeline, airport, radioactive waste disposal and more. Environmental impact statement is usually required to contain specific information on magnitude and characteristics of environmental impact. The EIA can be carried out efficiently by the help of GIS. By integrating various GIS layers, assessment of natural features can be performed. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് വരുമ്പോൾ അതിന് എൻവയോൺമെൻറ്റിൽ എത്ര ഇമ്പാക്റ്റ് വരുന്നുണ്ട്, അവിടെ വരുന്ന ജനങ്ങൾക്ക്, അവിടെ വരുന്ന ഹാബിറ്റാറ്റിന്, അതുപോലെ തന്നെ അവിടെ വരുന്ന ജീവികൾക്ക്, വൈൽഡ് ലൈഫിന്, അതുപോലെ തന്നെ എയറിന്, വാട്ടറിന്, ഇതിനൊക്കെ എന്തൊക്കെ ഇമ്പാക്റ്റ് വരുന്നുണ്ട്, അതാണ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, GIS ആസ് എ ടൂളായിട്ട് ഉപയോഗിക്കാം. നമുക്ക് എവിടേക്കാണ് ഇതിൻ്റെ ഈ ഒരു റൂട്ട് വരുമ്പോൾ, ഈ ഒരു റെയിൽ അല്ലെങ്കിൽ ഈ ഒരു റോഡ് വരുമ്പോൾ എവിടേക്കാണ് ഇമ്പാക്റ്റ് വരുന്നത്, അതിൻ്റെ കറക്റ്റ് സ്ഥലങ്ങൾ, ലൊക്കേഷൻസൊക്കെ നമുക്ക് GIS ആസ് എ ടൂൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യാൻ കഴിയും. ഇനി അഗ്രികൾച്ചറൽ അപ്ലിക്കേഷൻസ്. GIS can be used to create more effective and efficient farming technique. It can also analyze soil data and to determine what are the best crop to plant, where they should go, how to maintain nutrition level to best benefit crop to plant. It is fully integrated and widely accepted for helping government agencies to manage program for support farmers and protect the environment. This could increase food production in different parts of the world, so the world food crisis could be avoided. അപ്പം അഗ്രികൾച്ചറൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടേക്കാണ് കറക്റ്റായിട്ട് ഓരോ ക്രോപ്പിനും കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള സോയിലുള്ളത്, അത് നമുക്ക് GIS ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലാന്റൊക്കെ ചെയ്താൽ അഗ്രികൾച്ചർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല ഈൽഡ് കിട്ടും, നമ്മളെ ഫുഡ് പ്രൊഡക്ഷൻ കൂടും. ഫുഡ് പ്രൊഡക്ഷൻ കൂടിയെന്ന് പറഞ്ഞാൽ ഫുഡ് സേഫ്റ്റി ആവും. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷനാണ്. ടുഡേ എ വെൽ ഡെവലപ്ഡ് GIS system are used to protect the environment. It has become an integrated, well-developed, successful tool in disaster management and mitigation. GIS can help with the risk management and analysis by displaying which areas are likely to be prone to natural or man-made disasters. When such disasters are identified, preventive measures can be developed. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GIS ഉപയോഗിച്ചിട്ട് എവിടേക്കാണ് ആക്സിഡൻറ്റ് പ്രോണായിട്ടുള്ള, ഡിസാസ്റ്റർ പ്രോണായിട്ടുള്ള ഏരിയാസ്, എൻവയോൺമെൻ്റലി ഫ്രജൈലായിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും.
അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടെത്താൻ കഴിയും. അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെയുള്ള കൺസ്ട്രക്ഷൻസും ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ നടത്താൻ പറ്റും. അപ്പോൾ GIS ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷന് ഒരു പ്രധാനപ്പെട്ട ഒരു ടൂളാണ്. ഇനി ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണിംഗ് വിത്ത് GIS. Landslide hazard zonation is the process of ranking different parts of an area according to the degree of actual or potential hazard from landslides. The evaluation of landslide hazard is a complex task. It has become possible to efficiently collect, manipulate, and integrate a variety of spatial data such as geological, structural, surface cover, slope characteristics of an area, which can be used for hazard zonation. The entire above said layer can well integrated using GIS and weight analysis also helpful to find landslide prone area. By the help of GIS, we can do risk assessment and can reduce the loss of life and property. ലാൻഡ്സ്ലൈഡ് ഹസാർഡ് സോണേഷൻ, എവിടേക്കാണ് ലാൻഡ്സ്ലൈഡ് ബ്രൗൺ ഏരിയ ഉള്ള അത് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, GISൽ മാർക്ക് ചെയ്തിട്ട് അവിടെ അതിനനുസരിച്ചുള്ള കൺസ്ട്രക്ഷനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അലോ ചെയ്യാൻ പാടുള്ളൂ. ഇനി ഡിറ്റർമൈൻ ലാൻഡ് യൂസ് ആൻഡ് ലാൻഡ് കവർ ചേഞ്ചസ്. Land cover means the feature that is covering the barren surface. Land use means the area in the surface utilized for particular use. The role of GIS technology in land use and land cover application is that we can determine and use land cover changes in different areas. Also, it can detect and estimate the changes in the land use and land cover within time. It enables to find out sudden changes in land use and land cover either by natural forces or by other activities like deforestation. ഇനി നമുക്ക് ലാൻഡ് കവർ എവിടെയൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, ഓരോ ലാൻഡ് യൂസ് എന്താ വരുന്നത്, ഓരോ സ്ഥലത്ത് എന്താണ് ലാൻഡ്, ഏതിന് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ലാൻഡ്, അഗ്രികൾച്ചറൽ യൂസ് ആണോ അല്ലെങ്കിൽ നമ്മളെ വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ആണോ, അങ്ങനെ എന്തൊക്കെ യൂസാണ് ചെയ്യുന്നത്. അപ്പോൾ ആ യൂസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GIS ഉപയോഗിച്ചിട്ട് മാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇനി നാവിഗേഷൻ ആൻഡ് റൂട്ടിംഗ്. വെബ് ബേസ്ഡ് നാവിഗേഷൻ മാപ്പ് എൻകറേജ് സേഫ് നാവിഗേഷൻ ഇൻ വാട്ടർവേസ്. ഫെറി പാത്സ് ആൻഡ് ഷിപ്പിംഗ് റൂട്ട്സ് ആർ ഐഡൻറ്റിഫൈഡ് ഫോർ ബെറ്റർ റൂട്ടിംഗ്. ArcGIS support safe navigation system and provide accurate topographic and hydrographic data. Recently, DNRs, a coastal resource division, began the task of locating, documenting, and cataloging these non-historic wrecks with the GIS. This division is providing public information that make citizen awareness of the vessel's location through web map. The web map will be regularly updated to keep boating public informed of these coastal hazards to minimize the risk of collision and injury. അപ്പോൾ നാവിഗേഷനും നമ്മൾ GPS ഒക്കെ ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്സിഡൻ്റലായിട്ടുള്ള ഏരിയാസ് റൂട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GIS ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയിട്ട് അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഫ്ലഡ് ഡാമേജ് എസ്റ്റിമേഷനാണ്. GIS helps to document the need for federal disaster relief funds when appropriate and can be utilized by insurance agencies to assist assessing the monetary values of the property loss. A local government need to map flooding risk areas for evaluation of flooding potential level in the surrounding area. Damage can be well estimated and can be shown using digital map. ഇനി ഫ്ലഡിൻ്റെ സമയത്ത് അതിൻ്റെ ഡാമേജ് ഒക്കെ എസ്റ്റിമേറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, GIS ഉപയോഗിക്കാറുണ്ട്. ഇനി നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. By the help of GIS technology, the agricultural, water and forest resource can be well maintained and managed. Foresters can easily monitor forest condition. Agricultural land includes managing crop yield, monitoring crop rotation and more.
Water is one of the most essential constituents of the environment. GIS is used to analyze geographic distribution of water resources. They are interrelated. That is, forest cover reduces the stormwater runoff and tree canopy stores approximately 215,000 tons carbon. GIS is also used in afforestation. അപ്പോൾ നാച്ചുറൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്, എവിടേക്കാണ് ഫോറസ്റ്റ് കവർ കൂടുതലുള്ളത്, എവിടേക്കാണ് ഫോറസ്റ്റ് കവർ കൂടുതലായിട്ട് വേണ്ടത്, വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം എവിടേക്കാണ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GIS ഉപയോഗിച്ച് കറക്റ്റായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇനി GIS solution in banking sector. Today, rapid development occurs in the banking sector, so it has become more market driven and market responsive. The success of this sector largely depends on the ability of a bank to provide customers and market driven services. GIS plays an important role in providing planning, organizing and decision making in the banking sector. 15th one is soil mapping. Soil mapping provides resources information about an area. It helps in understanding soil suitability for various land use activities. It is essential for preventing environmental deterioration associated with the misuse of land. GIS helps to identify soil types in an area and to delineate soil boundaries. It is used for the identification and classification of soil. Soil map is widely used by the farmers in developed countries to retain soil nutrients and earn maximum yield. അപ്പോൾ സോയിൽ മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ ഏതൊക്കെ സോയിലാണ് വരുന്നത്, ഓരോ സോയിലിൽ വരുന്ന ന്യൂട്രിയൻ കണ്ടൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ മാപ്പ് യൂസിങ് GIS. ഇനി GIS based digital taxation. In local governments, GIS is used to solve taxation problem. It is used to maximize government income. For example, for engineering, building permits, city development and other municipal needs, GIS is used. Often the data collected and used by the agency or department can be used by another. Example for Oritech Limited can supply you with a system to manage property tax on a geographic basis that can work interactively with the municipal tax collection department. Using GIS, we can develop a digital taxation system. Our local government digital transaction എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, GIS ഉപയോഗിച്ചിട്ട് നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടാക്സ് കളക്ഷൻ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, GIS ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ GISൽ നമ്മൾ ഇത്ര കാര്യങ്ങളെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മൾ ഈ മൊഡ്യൂള് കൺക്ലൂഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായാലും എന്താണ് GIS, ഡിഫറെൻറ്റ് കോമ്പണൻറ്റ്സ് ഓഫ് GIS എന്താണ്, പിന്നെ GISൻ്റെ ഡിഫറെൻറ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാപ്പിംഗ് എന്താണ്, മാപ്പിങ്ങിലൊക്കെ സാധാരണ ഡിഫറെൻറ്റ് മാപ്പിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മാപ്പിംഗ്, മാപ്പ് ഡെവലപ്മെൻറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. മാപ്പ് പ്രൊജക്ഷൻസ് എന്താണ്, ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സ് എന്താണ്, വെക്റ്റർ ഡാറ്റ എന്താണ്, റാസ്റ്റർ ഡാറ്റ എന്താണ്, ബഫറിങ് എന്താണ്, ഓവർലേ എന്താണ്, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളാണ്, 20 മാർക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ സാധാരണ ചോദിക്കുന്ന ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ മാപ്പ് ഡെവലപ്മെൻറ്റ് ആ ഒരു ഭാഗത്തു നിന്നുണ്ട്, അതുപോലെ തന്നെ ഈ ബഫറിങ് ഓവർലേ ആ ഭാഗത്തു നിന്ന് ചോദിക്കാറുണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ഒരു 5 മാർക്കിനൊക്കെ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.